വിശദമായ വാർത്തകൾ ഓരോന്നായി പരിശോധിക്കാം. കൂടുതൽ ലൈംഗിക അതിക്രമ പരാതികൾ റാപ്പർ വേടനെ എതിരെ വന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ബലാത്സംഗ കേസിനൊപ്പം ലൈംഗിക അതിക്രമം നേരിട്ടതായും ഇപ്പോൾ യുവതികൾ വെളിപ്പെടുത്തുകയാണ്. 2 യുവതികൾ കഴിഞ്ഞ ദിവസം ഇമെയിലായി മുഖ്യമന്ത്രിക്ക് വേടനെതിരെ പരാതികൾ നൽകി. പക്ഷേ ഇത്രയധികം പരാതികൾ പീഡനവുമായി ബന്ധപ്പെട്ടും ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടും ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കേരള പോലീസോ സർക്കാർ സംവിധാനങ്ങളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഇക്കാര്യം നമ്മൾ മുൻപ് പലതവണ ചർച്ച ചെയ്തതാണ്. കാരണം ഈ വേടൻ ഒരു തരത്തിലും കേരളത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല. ഒന്ന്, അയാളുടെ മയക്കുമരുന്ന്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുകൂടാതെ സ്ത്രീകൾക്കെതിരെ തുടർച്ചയായി നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, ഇത്തരം പരാതികൾ ധാരാളമായി ഈ വേടനെതിരെ ഉയരുന്ന ഘട്ടത്തിലും ഈ പോലീസും സർക്കാരും ഒരു നടപടിയും ഇയാൾക്കെതിരെ എടുക്കുന്നില്ല എന്നത് വലിയ പ്രതിഷേധത്തിനല്ലേ വഴിവെക്കുന്നത്? ജിജീഷ്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ വേടനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ വേടനെ കുട പിടിക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു സർക്കാർ സംവിധാനങ്ങളും പോലീസും എല്ലാം തന്നെ സ്വീകരിച്ചിരുന്നത്. തുടക്കത്തിൽ യുവ ഡോക്ടറുടെ പരാതിയിൽ വളരെ ഇഴഞ്ഞ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി. തുടർന്ന് വേടന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വളരെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമൊരുക്കി. അതിനുശേഷം അതേ ഘട്ടത്തിൽ തന്നെയാണ് നിർണായകമായ 2 മൊഴികൾ കൂടി പോലീസിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിക്കുന്നത്. ലൈംഗിക പീഡന പരാതികളായിരുന്നു, ലൈംഗിക അതിക്രമ പരാതികളായിരുന്നു ഇത്തരത്തിൽ ലഭിച്ചത്. ഈ 2 ലൈംഗിക അതിക്രമ പരാതികൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച ആ യുവതികൾ നൽകിയ ഒരു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 2020-2021 കാലഘട്ടത്തിലാണ് തങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായത് വേടനിൽ നിന്ന് എന്ന കാര്യം അവർ കൃത്യമായ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മാത്രമല്ല, നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് പറയാനുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം, എവിടെയും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന കാര്യമായിരുന്നു അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്നാൽ ആ പരാതിയിൽ കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇമെയിലായി തന്നെ കത്ത് അയച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞു, ഇതുവരെ ഇക്കാര്യത്തിൽ തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. അവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. തുടർ അന്വേഷണങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഇതുവരെ നടത്തുകയും ചെയ്തിട്ടില്ല. അങ്ങനെ നേരത്തെ യുവ ഡോക്ടറുടെ പരാതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണോ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയത്, സമാനമായ രീതിയിൽ തന്നെ 2ാമത്തെ പരാതികളിലും 3ാമത്തെ പരാതിയിലും അതേ നിലപാട് തന്നെ പോലീസ് സ്വീകരിക്കുന്നു. ഇതിലൊരു പരാതിയിൽ തുടർ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിലും മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും പുറത്താണ് ഈ ആളുകളുള്ളത്, കേരളത്തിന് പുറത്താണ് പരാതിക്കാരുള്ളത്. അവർക്ക് പോലീസ് നേരത്തെ തന്നെ നോട്ടീസ് നൽകേണ്ടതുണ്ട്, സമൻസ് നൽകേണ്ടതുണ്ട്, മൊഴി രേഖപ്പെടുത്താൻ എത്താൻ. അത്തരം കാര്യങ്ങളിൽ അവർ സഹകരിക്കാൻ തയ്യാറാകുന്ന ഘട്ടത്തിൽ പോലും വേടനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തുടരുന്നു. തുടക്കം മുതൽ, അതായത് എങ്ങനെയാണോ ജൂലൈ 31-ന് ലഭിച്ച പരാതിയിൽ അത് പിന്നീട് 1.5 മാസത്തോളം നീട്ടിക്കൊണ്ടുപോയത് തുടർ നടപടികൾ, അതേ രീതിയിൽ തന്നെ 2-3 പരാതികളിലും ഇത്തരം ഒരു സമീപനം പോലീസ് സ്വീകരിക്കുന്നു. കൃത്യമായി വേടൻ സംരക്ഷിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. റാപ്പർ വേടനെതിരെ ധാരാളം പരാതികൾ യുവതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഘട്ടത്തിലും ഇയാളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് കേരള പോലീസും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നത്. വീണ്ടും ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇമെയിൽ മുഖേന 2 പെൺകുട്ടികൾ നൽകിയിരിക്കുന്നു. എന്നിട്ടും റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം തയ്യാറാകുന്നില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ.